എത്രത്തോളം സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് എന്ന് കണക്കാക്കാൻ പോലും സാധിക്കില്ല. അത്രയേറെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ അധിപതിയായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ ഒന്നിലേക്കും തന്നെ മനസ്സ് പോവാതെ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? മേനേദി ദുർലഭം പുംസാം സർവം സ്വപ്ന സംസ്തുതം വിദ്വാൻ വിഭവ നിർവാണം തമോ വിശദിയത് പുമാൻ വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം ഏനേദം ലോഷ്ടവൽ സ്മൃതം. ഇതിനെ മുഴുവനും സർവം തൽ സ്വപ്ന സംസ്തുതം എന്നാ പറയണം. എല്ലാറ്റിനെയും സ്വപ്നം പോലെയാണ് അത്ര കണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു മനസ്ഥിതി അത്യപൂർവം ചിലരിലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഭൂരിപക്ഷം ജനങ്ങളും ഇതിന്റെ ആ നൈമിഷികമായ സ്വഭാവത്തെ പറ്റി ബോധവാന്മാരല്ല. ഇവിടെ ഇതിനെയൊക്കെ മറന്ന് അഹങ്കരിക്കാൻ ഇടവരും. പക്ഷേ ഇവിടെ അംബരീഷൻ അപ്രകാരമൊന്നും ആയിരുന്നില്ല. അതിലൊന്നും മനസ്സ് ഭ്രമിക്കാതെ സദാസമയവും ഭഗവാനിൽ തന്നെ മനസ്സിനെ വെച്ചുകൊണ്ട് ഭാഗവതുത്തന്മാരായ സജ്ജനങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അവരുമായിട്ട് തന്മയീഭാവം അതില് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഭക്തൻ ഭഗവാനിലുള്ളതായ ദിവ്യവും തീവ്രവുമായിട്ടുള്ളതായ പ്രേമത്തിൽ കൂടി തന്റെ സർവശ്രദ്ധയും ഭഗവാനിലേക്ക് തിരിച്ചുവിടുമ്പോ അന്നു മുതല് നശ്വരമായിട്ടുള്ളതായ അനുഭവമണ്ഡലത്തിൽ നിന്ന് അവൻ അതിനൊക്കെ അതീതനായി തീരുകയാണ് ചെയ്യുന്നത്. സമേഹി മന കൃഷ്ണ പദാരവിന്ദയോ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോർഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സത്കദോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ തൻഭൃത്യഗാത്ര സ്പർശേംഗ സംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമൽ തുളസ്യാ രസനാം തദർപ്പിതേ. എങ്ങനെയായിരുന്നു ഇദ്ദേഹം എന്നുണ്ടെങ്കിൽ ശരീരം കൊണ്ട് മഹാത്മാക്കളെ ആലിംഗനം ചെയ്യാനും അവരെ സ്പർശിക്കാനും ആ ശരീരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ശരീരം പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി അർപ്പിക്കണം എന്ന് ഇവിടെ കാണിച്ചു തരുന്നു. അപ്പൊ ഏവം സദാ കർമ്മകലാപമാത്മന പരേതി യജ്ഞേ ഭഗവത്യദോക്ഷജേ സർവാത്മഭാവം വിദധൻ മഹീമിമാം തന്നിഷ്ട വിപ്രാഭിഹിത ശശാസഹ. അവിടെ എല്ലാ കർമ്മങ്ങളും യജ്ഞമൂർത്തിയായ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ നിഷ്ഠയുള്ളതായ ആ മഹാബ്രാഹ്മണരുടെ ഉപദേശം അനുസരിച്ചിട്ട് രാജധർമ്മത്തിന് യാതൊരു തരത്തിലുള്ളതായ കോട്ടവും വരാതെ പ്രജകളെയൊക്കെ പരിപാലനം ചെയ്യാണ്. അപ്പോൾ ആ പ്രജകളും എങ്ങനെയായിരുന്നു? ഇദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ അവരും ആ അവർക്ക് യാതൊരു തരത്തിലുള്ളതായ ആഗ്രഹമില്ല. സ്വർഗ കാമന പോലും അവർക്കില്ല. സ്വർഗം പോലും ആ പ്രജകൾ പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയണം. അപ്പൊ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായ ആ നൈസർഗികമായ വാസന ഭഗവത് ദാസ്യത്തില് അവിടെ പരിണമിക്കുള്ളൂ. അപ്പൊ അംബരീഷന് അങ്ങനെ ദാസ്യഭക്തി ഉപദേശിച്ചത് എന്താണ് എന്നുണ്ടെങ്കിൽ ആരാണ് എന്നുണ്ടെങ്കിൽ ഹാരീത മഹർഷിയാണ് അത്ര ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയേറെ ഭക്തി ഉണ്ടായത് ഈ അംബരീഷന് എന്ന് പറയുന്നുണ്ട്. ഈ ജയശ്വമേധേ അതിയജ്ഞമീശ്വരം മഹാവിഭൂത്യാ ഉപചിതാംഗദക്ഷിണേ തദേർവശിഷ്ടാസിത ഗൗതമാദിഭി ധന്വന്യഭിസ്ത്രോതമസോ സരസ്വതിം. അങ്ങനെ മഹാവിഷ്ണുവിനെ അനേകം അശ്വമേധങ്ങൾ കൊണ്ടൊക്കെ അവിടെ യജിച്ചു. അവിടെ സ്വർഗത്തിലുള്ളതായ യാതൊരു തരത്തിലുള്ളതായ ആഗ്രഹം വെച്ചുകൊണ്ടല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വർഗോന പ്രാർത്ഥിതോ യസ്യ മനുജേരമരപ്രിയ ശൃണ്വദ്ഭി ഉപഗായദ്ഭി ഉത്തമ ശ്ലോകചേഷ്ടിതം. അങ്ങനെ ജീവൻ മുക്തനായിട്ടുള്ളതായ ആ അംബരീഷൻ താൻ രാജാവായതിനാൽ താൻ എങ്ങനെയാണ് എന്നും അതുപോലെ തന്നെ തൻ്റെ പ്രജകളും ഉണ്ടാവണം എന്ന് വിചാരിച്ച അവരെ ആ പ്രജകളെ മുഴുവനും ധർമ്മപഥത്തിലേക്ക് കൊണ്ടുവരാൻ ആ നിലയിലെ ഇരുന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പോലും ഭഗവാനെ സ്വഹൃദയത്തില് ദർശിക്കാൻ സാധിച്ചിരുന്നു.
പ്രജകൾക്ക് പോലും. അതായത് ഭക്തി വർദ്ധിക്കുമ്പോൾ അന്ധകരണമൊക്കെ പരിശുദ്ധമായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ബഹുഅഗ്രം കൊണ്ടുള്ളതായ വിഷയാലംബനം ഉണ്ടാവുന്നത്. പക്ഷെ അതൊക്കെ മാറിക്കൊണ്ട് ഭഗവാന്റെ പാദപത്മത്തെ ഏകാന്ത ഭക്തിയോട് കൂടിയിട്ട് ധ്യാനിച്ചതുകൊണ്ട് ആ ധ്യാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ പാതാരവിന്ദങ്ങളിൽ നിന്ന് മനസ്സ് പുറത്തു വരാതെ അല്ലെങ്കിൽ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ളതായ ഭഗവാന്റെ പാദങ്ങളുള്ളതായ ധ്യാനം കൊണ്ട് അത് പരിശ്രമിച്ചു കൊണ്ടിരുന്നാല് ആ പരിശ്രമത്തിന്റെ സമയം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ആ ധ്യാനാവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അത് ഭക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ അന്ധകരണമൊക്കെ ശുദ്ധമായിട്ട് പരമമായ ആ പദത്തെ നമുക്ക് പ്രാപിക്കാനും സാധിക്കുന്നു. സയിത്തം ഭക്തിയോഗേന തപോയുക്തേന പാർത്ഥിവ സ്വധർമ്മേണ ഹരിം പ്രീണൻ സംഗാൻ സർവാൻ ശനിർജഹോ. അവിടെ അംബരീഷന്റെ ഈ ദൃഢമായ ഭക്തി കൊണ്ട് തപസ്സിന് തുല്യമായിട്ടതായ തന്റെ ആ സ്വധർമ്മ ആചരണത്തില് ഭഗവാൻ പ്രസാദിക്കുകയാണ് ചെയ്യുന്നത്. തസ്മാൽ അദാൻ ഹരിശക്രം പ്രത്യനീകഭയാവഹം ഏകാന്ത ഭക്തി ഭാവേന പ്രീതോ വൃത്യാഭിരക്ഷണം. അവിടെ ഭഗവാൻ അംബരീഷന്റെ സംരക്ഷണം ഭഗവാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. അപ്പൊ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായിട്ടുള്ളതായ ആ സുദർശന ചക്രത്തെ ഭഗവാൻ അങ്ങടെ അംബരീഷന് അറിഞ്ഞുകൊണ്ട് ദാനം ചെയ്തു അല്ലെങ്കിൽ നൽകി എന്നുള്ളതാണ്. ഇത് ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താവശ്യം വരുമ്പോഴും താൻ അത് അംബരീഷന്റെ സഹായത്തിന് ഉണ്ടാകുമെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പറയുന്നത് പോലെ ആ സുദർശനത്തിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുദർശനം അംബരീഷന്റെ കാര്യത്തില് അതീവ ശ്രദ്ധയോടു കൂടിയിട്ട് സദാസമയവും സംരക്ഷണത്തിനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് മൂന്നിന്റെയും പൂർണ്ണത ഈ അംബരീഷനിൽ കാണാൻ സാധിക്കുന്നു. ആരിരാധയിഷു കൃഷ്ണം महिष्यातुल्यशीलया युक्तसांवत्सरं वीरो दधारद्वादशी व्रतं व्रतान्ते कार्तिके मासि त्रिरात्रं समुपोषित स्नात കഥാജിൽ കാളിന്ത്യാം ഹരിം മധുവനെ അർച്ചയൽ. അങ്ങനെ ഇരിക്കെയാണ് ഭഗവാനെ ആരാധിക്കാനായിട്ട് പത്നിയോട് കൂടിയിട്ട് അവിടെ ദ്വാദശി വ്രതം അനുഷ്ഠിക്കാൻ പോവുകയാണ്. അപ്പൊ ദ്വാദശി വ്രതം ഏകാദശാന്ത കർത്തവ്യം സർവേഷാം ഭോജനദ്വയം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏകാദശി ശുദ്ധോപവാസമായിട്ട് പറയും. ശുദ്ധോപവാസ പ്രഥമഃ സൽക്കഥാശ്രവണം തഥാ. ഏകാദശിയില് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒന്ന് ശുദ്ധോപവാസപ്രഥമഃ, ഏകാദശിയിലെ ഉപവാസമൊക്കെ എടുത്ത് രാത്രിയില് ഉറക്കമെണിച്ച് സൽക്കഥകളൊക്കെ കേട്ടുകൊണ്ട് ഭഗവാന്റെ സത്കഥകളൊക്കെ കേട്ടും പാടിയും പറഞ്ഞും അങ്ങനെ രാത്രിയിൽ തുടങ്ങിയിട്ട് രാവിലെ വരെ ചെയ്യും. കാലത്ത് സൂര്യോദയ പര്യന്തം അത് പൂർത്തി ചെയ്യണം. ഇങ്ങനെ ഏകാദശിക്ക് ഉറക്കത്തെയൊക്കെ ജയിക്കാനാണ്, ആഹാരത്തെ മറക്കാനുമായിട്ടുമാണ് ഭഗവാന്റെ കീർത്തനവും ഭഗവാന്റെ സൽക്കഥാശ്രവണവും ഒക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഉപക്രമം, ഉത്സർജനം എന്നത് ഓരോ വ്രതത്തിനും അവിടെ പറയുന്നുണ്ട്. മാർഗശീർഷ ഏകാദശിക്ക് ഉപക്രമം ചെയ്ത് ആ വർഷം മുഴുവനും ദ്വാദശിക്ക് രാത്രി ഭഗവാനെ പൂജിച്ച് ഒരു നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഏകാദശി ഉപവസിച്ച് ദ്വാദശിക്ക് പാരണയൊക്കെ ചെയ്യണം. അപ്പൊ അതിന് ഉദ്യപനം അടുത്ത വർഷത്തില് കാർത്തിക മാസത്തിലാണ് അത്രേ ചെയ്യുക. കാർത്തിക മാസത്തിൽ വരുന്നതായ ശുദ്ധ ഏകാദശിക്ക് ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വ്രതസമാപ്തി കഴിയുന്നതായ സമയത്ത് കാർത്തിക മാസത്തില് യമുനാ നദിയില് സ്നാനമൊക്കെ ചെയ്ത് അവിടെ 3 ദിവസം ശുദ്ധ ഉപവാസത്തോടു കൂടി മധുവനത്തിൽ പോയി ഭഗവാനെ പൂജിച്ച് വിധി പ്രകാരം ഭഗവാന്റെ പ്രതിമയിലൊക്കെ അഭിഷേകമൊക്കെ നടത്തി. അങ്ങനെ ഓരോ മാസത്തിലും ഓരോ നദിയൊക്കെ ഇവിടെ വിശേഷമായിട്ട് പറയുന്നുണ്ട്. വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിത സ്നാതകദാചിൽ കാളിന്ത്യാം ഹരിം മധുവനെ അർച്ചയൽ മഹാഭിഷേക വിധിന സർവോപസ്കര സമ്പദ അഭിഷിജാംബരഃ കൽപ്പേ ഗന്ധമാല്യാർഹണാദിബി. ഭഗവാനെ വേണ്ടതുപോലെയൊക്കെ പൂജിക്കുകയാണ്. അപ്പോൾ ഓരോ മാസത്തിനും ഓരോ നദി പ്രധാനമാണ്, വിശേഷമാണ് എന്ന് പറയും. കാർത്തിക മാസത്തില് യമുനയ്ക്ക് പ്രാധാന്യമുണ്ട്. ത്രിരാത്രം ജാഹ്നവീ തീരെ,
പാഞ്ചരാത്രം തുയാമുനെ സദ്യപ്പുനാതു കാവേരിം പാപം മാം മരണാന്തികം എന്നാണ് പറയാ. ഗംഗയില് 3 ദിവസം ഗംഗാ തീരത്ത് വസിച്ച് ഗംഗയിൽ സ്നാനമൊക്കെ ചെയ്ത് നമ്മെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ വസിക്കുക. പാഞ്ചരാത്രം തുയാമുനെ, ഇനി 5 ദിവസം യമുനാ തീരത്തില് വസിക്കണം എന്നുണ്ട്. സദ്യപ്പുനാതു കാവേരിയും, കാവേരിയിലാകണോ സ്നാനം ചെയ്യുമ്പോഴേക്കും നമ്മൾ ശുദ്ധിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ബ്രാഹ്മണരെയൊക്കെ പൂജിച്ച് അവർക്ക് വേണ്ട വിധത്തിൽ യഥാവിധി ദാനമൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടതായ വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ നൽകിക്കൊണ്ട് അവരെ സന്തുഷ്ടരാക്കിക്കൊണ്ട് അവരെ അംബരീഷന് പാരണ ചെയ്യാനുള്ളതായ അനുമതി ആജ്ഞയൊക്കെ അവർ നൽകുകയാണ്. ഇങ്ങനെ ഏകാദശി വിഷ്ണു പ്രീതിക്ക് അത്യുത്തമമാണ്. പക്ഷേ വിഷ്ണുവിന്റെ തിഥി ദ്വാദശിയാണ്. അതാണ് ഇവിടെ അംബരീഷൻ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഏകാദശിയൊക്കെ അനുഷ്ഠിക്കുന്നതായ സമയത്ത് ലബ്ധകാമേ അനുജ്ഞാത പാരണായ ഉപചക്രമേ തസ്യ തർഹ്യതിഥി സാക്ഷാൽ ദുർവാസ ഭഗവാനഭൂൽ ലബ്ധകാമേരനുജ്ഞാത പാരണായോപചക്രമേ തസ്യ തർഹ്യതിഥി സാക്ഷാൽ ദുർവാസ ഭഗവാനഭൂൽ. ഏതൊരു നല്ല കർമ്മങ്ങളും ചെയ്യുമ്പോഴും അവിടെ ഒരു മഹാത്മാവ് അവിടെ വരാനിട വരും. ഇവിടെയും അതേപോലെ അംബരീഷൻ വ്രതമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതായ സമയത്ത് പാരണയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ദുർവാസാവ് മഹർഷി എത്തുന്നത്. ഒരു മഹാത്മാവ് അങ്ങോട്ട് അവിടെ എത്തി. ആ മഹാത്മാവാണ് ദുർവാസാവ്. അങ്ങനെ ആ ദുർവാസാവിനെ വേണ്ടതുപോലെ സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് ആസനസ്ഥനാക്കിക്കൊണ്ട് പാദ്യാർഘ്യാദികളൊക്കെ നൽകി പൂജിച്ച് ഭോജനം കഴിച്ച് അദ്ദേഹത്തിന് ഭോജനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുമ്പോ യാചനാരൂപത്തിലാണ് അംബരീഷൻ പറഞ്ഞു ദുർവാസാവ് തം പ്രതിനന്ദ്യ സതൽയാസ്ന്യാം കർത്തുമാവശ്യകം ഗദാ നിമമജ്ജ ബൃഹന്ധ്യായൻ കാളിന്ദി സലിലേ ശുഭേ. എന്തു ചെയ്തു അവിടെ അംബരീഷ? എൻ്റെ അനുഷ്ഠാനമൊന്നും ഞാൻ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല, അതുകൊണ്ട് വേഗം ഞാൻ അനുഷ്ഠാനമൊക്കെ ചെയ്ത് തിരിച്ചു വരാം. അംബരീഷൻ പറഞ്ഞു അങ്ങ് വേഗം വരണം. കാരണം എന്താണ്? ദ്വാദശി പൂർത്തിയാവുന്നതിന് മുന്നേ ആ പാരണ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മുഹൂർത്തം ആയ സമയം അടുത്ത് വരികയാണ്. അതുകൊണ്ട് അങ്ങ് വേഗം ചെന്ന് അനുഷ്ഠാനമൊക്കെ ചെയ്തു വരൂ എന്ന് പറഞ്ഞ് മഹർഷി അവിടെ നിന്ന് പോയി. അങ്ങനെ നേരെ കാളിന്തി നദിയിലേക്ക് നടന്നെടുക്കുകയാണ്. അദ്ദേഹമാകട്ടെ അവിടെ ഈ അംബരീഷൻ്റെതായ ആ പാരണ ചെയ്യാനുള്ളതായ ഒരു ധൃതിയൊന്നും ആ മഹർഷിയിൽ കാണുന്നില്ല. മഹർഷിമാർക്ക് അല്ലെ, ഇവിടെ നോക്കൂ, ഇവിടെ പറയുന്നത് സാധാരണ ആവശ്യകം എന്നവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മാധ്യാന്യക സ്ഥാനം, മാധ്യാന്യക സ്നാനം എന്നുള്ളതാണ്. മഹർഷിമാർക്ക് സാധാരണ വിവാഹം കഴിക്കാം, പക്ഷെ ഇദ്ദേഹം അവിവാഹിതനാണ്. അപ്പൊ സന്യാസിയാണ് എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനാ എന്നൊന്നും അവിടെ വിശേഷിപ്പിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മചാരി ധർമ്മമാണ് ഇവിടെ ആചരിക്കേണ്ടതായിട്ടുള്ളത്. ബ്രഹ്മചാരിക്ക് മാധ്യാന്യക സ്ഥാനം പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ ദുർവാസാവിനെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് മാത്രമേ നമുക്ക് ഗണിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാധ്യാന്യക സ്നാനം അത് പോയത് തന്നെ വേണ്ടിയിട്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്ന്, അതായത് ഈ അംബരീഷനെ വേണമെന്ന് വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനാണോ എന്ന് തോന്നുന്നതായ തരത്തില് മാധ്യാന്യകം ഇവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് വേണ്ടി വന്നിട്ടൊന്നുമല്ല പോയത് എന്നിവിടെ പറയാണ്. അപ്പോൾ ഇവിടെ കാളിന്തിയുടെ തീരത്ത് ചെന്ന് അദ്ദേഹം പതുക്കെ ദന്തധാവനത്തിന് വൃക്ഷമൊക്കെ കണ്ടുപിടിച്ച് പിന്നീട് അതെടുത്ത് പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ട് പല്ല് തേച്ച് ആ പഞ്ചാംഗ സ്നാനമൊക്കെ ചെയ്ത് സങ്കല്പം, സൂക്ത പഠനം, അതുപോലെ മാർജനം, അഘമർഷണം, പിന്നീട് ദേവദാരു ദർപ്പണം, സ്നാനം പഞ്ചാംഗമുച്ചതേ എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങനെ കുളിക്കാൻ തുടങ്ങണേയുള്ളൂ. ഇവിടെ ആകട്ടെ അംബരീഷന് വല്ലാത്തതായ പരിഭ്രമമായി. കാരണം പാരണ നിർവഹിക്കേണ്ടതായ സമയം എടുത്തു. മുഹൂർത്താർദ്ധാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജേതദ്ധർമ്മസങ്കടേ ബ്രാഹ്മണാതിക്രമേ ദോഷ ദ്വാദശ്യാം യദപാരണേ യത്കൃത്വാ
സാധു മേ ഭൂയാൽ അധർമ്മോ വാ ന മാം സ്പൃശേത് യത്കൃത്വാ സാധു മേ ഭൂയാൽ അധർമ്മോ വാ ന മാം സ്പൃശേത്. വല്ലാത്ത പരിഭ്രമമായി അംബരീഷന്. അപ്പം ഇനി ധർമ്മസങ്കടത്തിലായി. ഇവിടെ വല്ലതും കഴിച്ചാൽ അത് തെറ്റാണ്, ചെയ്തിട്ടില്ലെങ്കിലും അതും പ്രശ്നമാവും. എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ്. ബ്രാഹ്മണരുമായിട്ട് ആലോചിച്ചു. അവർ പറഞ്ഞു, അംബസഹ കേവലേ അനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹു അഭക്ഷണം വിപ്ര ഹി അശിതം ന അശിതം ചതൽ ഇത്യവ പ്രാശരാചർഷി ചിന്തയൻ മനസാച്യുതം പ്രത്യചഷ്ട ഗുരുശ്രേഷ്ഠ ദ്വിജാഗമനമേവസ. ഇങ്ങനെ അംബരീഷൻ അങ്ങോട്ട് ഭഗവാൻ ധ്യാനം ചെയ്തുകൊണ്ട് ബ്രാഹ്മണരെന്ത് പറഞ്ഞു, വെള്ളം വേണമെങ്കിൽ കുറച്ച് സേവിച്ച്, അതായത് തീർത്ഥം സേവിച്ചുകൊണ്ട് അങ്ങക്ക് ഈ പാരണ വേണമെങ്കിൽ ചെയ്യാം. അത് ഒരേ സമയത്ത് ഭക്ഷണമായിട്ടും അല്ലാതെ ആയിട്ടും പരിഗണിക്കുന്നതാണ്, അത് പ്രമാണമുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് വേണമെങ്കിൽ തീർത്ഥം സേവിച്ച് ഈ പാരണ നിർവഹിക്കാം. ഇങ്ങനെ അംബരീഷൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അല്പം അഭിഷേക തീർത്ഥം അങ്ങോട്ട് ആചമിച്ച് പാരണ അവിടെ നിർവഹിക്കുകയാണ്. സിഡാലാക്ട് ആർദ്രലേപം. ആദ്യം ആയുർവേദം, പിന്നെയാണ് മറ്റുള്ള ചികിത്സ എന്ന് നിങ്ങൾ കേട്ടിട്ട് കാണും. പക്ഷെ ആയുർവേദം കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ ഓഫീസിലേക്ക് പോകുന്ന ഒരാള് കുഴമ്പ് തേച്ച് 2-3 മണിക്കൂറോളം ഇരുന്ന് കുളിച്ച് പോകണമെന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ ഈ മരുന്നിനൊരു പ്രത്യേകത, നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ലോഷനുകളൊക്കെ പുരട്ടിയാൽ മതി. അതൊരു 5 മിനിറ്റ് കൊണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് ചെയ്തിട്ട് നമുക്ക് ഓഫീസിൽ പോവാം. ഇനി ഓഫീസിൽ വെച്ചു ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് 100% പ്രകൃതിദത്തമാണ്. സിഡാലാക്ട് എണ്ണയില്ലാതെ സശ്രദ്ധം തയ്യാർ ചെയ്ത സുഗന്ധവാഹിനിയാണ് സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട് അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. സിഡാലാക്ട് ഞരമ്പിന്റെ ഉണർവിന് സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്. ഹരി ഓം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര സമ്പൂർണമായൊരു വൃന്ദാവനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6-7 ദിവസം കൊണ്ട് നമ്മൾ വൃന്ദാവനം മൊത്തം കാണുന്നൊരു പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആദിബദരി, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പോകും. ആദിബദരി എന്ന് പറയാൻ കാരണം അത് നമ്മുടെ ചാർധാമിലേക്ക് പോകുന്ന ബദരിയല്ല, ഇത് രാജസ്ഥാനിലുള്ള ബദരിയാണെന്ന്. ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. സിഡാലാക്ട് ഉഷ്ണശാന്തിക്ക് ഉത്തമമാണ്. സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്. ഗോവ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അടിച്ചുപൊളിയുടെ സ്ഥലമെന്നാണ്. അതൊക്കെ തന്നെ ശരിയാണ്. പക്ഷെ അവിടെയുള്ള അമ്പലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയധികം അമ്പലങ്ങളുണ്ട്. അത് വളരെ വിഷമാണ് അവരുടെ കാര്യങ്ങൾ. 1961 മുൻപ് പോർച്ചുഗീസുകാർ വരികയും ആ അമ്പലം മുഴുവൻ തല്ലി തകർക്കുകയും ചെയ്തു. അവരോട് ഒന്നുകിൽ പോർച്ചുഗീസുകാരോടൊപ്പം കൂടാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാടുവിടാൻ പറഞ്ഞു. അങ്ങനെ നാടുവിട്ടുപോയ ഒരു ജനതയാണ് കൂടുതലും നമ്മുടെ എറണാകുളം ഭാഗത്തുള്ള കൊങ്കണികൾ. പക്ഷേ 1961 ഗോവ ഒരു സ്റ്റേറ്റായി ഡെവലപ്പ് ചെയ്യുകയും അവരുടെ മുഖ്യമന്ത്രി ആ അമ്പലങ്ങളെല്ലാം പണിതു. അതൊരു പോർച്ചുഗീസ് മാതൃകയിലുള്ള അമ്പലങ്ങളാണ്, കാണാൻ നല്ല കൗതുകരമാണ്. ഈ യാത്രയിൽ നമ്മൾ അതെല്ലാം കാണും. ഒപ്പം തന്നെ മഹാദേവൻ്റെ ഒരു ടെമ്പിളുണ്ട് അവിടെ. അത് ഏകദേശം 700 വർഷം പഴക്കം കാണിക്കുന്നുണ്ട്. അതിന് കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. അവിടേക്കും നമ്മൾ പോകും. ഉച്ചതിരിഞ്ഞ് നമ്മൾ എല്ലാ ബീച്ചുകളും കാണും. അപ്പോൾ ഈ വരുന്ന അവധിക്കാല ദിനങ്ങളിൽ നമുക്ക് ഗോവയിൽ ഒന്നിച്ച് ഉല്ലസിക്കാമെന്ന് വിചാരിച്ച് കാണിക്കുന്ന പരസ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് വരണം.